നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളും വസ്തുതകളുമൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാ ആളുകളും കണ്ടതാണ് ആ സമാധിയുടെ സമീപത്തുണ്ടായ പ്രശ്നങ്ങൾ. സമാധി എന്തായിരുന്നു? കഴിഞ്ഞ ശനിയാഴ്ച 81-കാരനായ ഗോപൻ സ്വാമി മരിച്ചത് സമാധി ഇരുന്നാണെന്നും സമാധി ഇരുത്തുന്ന തരത്തിൽ തന്നെ മറവ് ചെയ്യണമെന്നും അച്ഛൻ മക്കളോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതനുസരിച്ച് അദ്ദേഹത്തിനെ പത്മാസനത്തിലിരുത്തി സ്ലാബിട്ട് മൂടിയെന്നുമാണ് മക്കളുടെ മൊഴി. എന്നാൽ ഈ മരണവിവരം നാട്ടിൽ ആരും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ, പ്രത്യേകിച്ച് അയൽക്കാർ, പോലീസിന് പരാതി നൽകി സ്വാമിയെ കാണാനില്ല. അങ്ങനെയാണ് പോലീസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. കാണാനില്ല എന്ന പരാതിയിൽ അന്വേഷിക്കുമ്പോഴാണ് സമാധി സ്ഥലം കാണുന്നതും ഇദ്ദേഹം സമാധി ഇരുന്നുവെന്ന് മക്കൾ പറയുന്നതും പ്രചരിപ്പിച്ചതുമായ നോട്ടീസൊക്കെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നെയ്യാറ്റിൻകര പോലീസ് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകി. ഇങ്ങനൊരു അസ്വാഭാവിക മരണം നടന്നിട്ടുണ്ട്, കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ആശങ്കകളുണ്ട് എന്ന് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. കളക്ടർ പറഞ്ഞു, ശരി, എന്നാൽ നിങ്ങൾ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാനുള്ള അനുമതി നൽകി. അങ്ങനെയാണ് അസിസ്റ്റന്റ് കളക്ടർ OV ആൽഫ്രഡ് ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഹൈന്ദവ സംഘടനകളും, പ്രത്യേകിച്ച് VSDP വൈകുണ്ഠ സ്വാമിയുടെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ, ഹൈന്ദവ സംഘടനകൾ അവിടെ തടിച്ചുകൂടി. ഒരു വിഭാഗം നാട്ടുകാർ എതിരെ തടിച്ചുകൂടി. അങ്ങനെ നാട്ടുകാർ തമ്മിലുള്ള പോർവിളിയായി. ഇത് മതവൽക്കരിക്കാൻ, ഇതൊരു അസ്വാഭാവിക മരണമാണ് എന്ന വസ്തുത മാറ്റിവെച്ച് ഇതിനെ മതത്തിൻ്റെ പ്രശ്നമാക്കി മാറ്റാൻ, ഒരു സാമുദായിക പ്രശ്നമാക്കി മാറ്റാൻ, ഒരു വർഗീയ പ്രശ്നമാക്കി മാറ്റുവാൻ ആളുകൾ ശ്രമം തുടങ്ങി. ഇതറിഞ്ഞുകൊണ്ടാണ്. കാരണം ഇത് വർഗീയ പ്രശ്നമായി മാറുകയാണെങ്കിൽ പോലീസിന് നാണക്കേടുണ്ടാകും. ഭരണ സ്ഥിരാകേന്ദ്രമാണ് തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ നാണക്കേടുണ്ടാകും. അതുകൊണ്ടാണ് പോലീസ് ഇന്നലെ ആ കടുത്ത നടപടി, സമാധി പൊളിക്കുക എന്ന കടുത്ത നടപടിയിലേക്ക് പോകാതിരുന്നത്. പകരം കുടുംബാംഗങ്ങൾക്ക് നോട്ടീസ് നൽകി. എന്നിട്ട് കുടുംബാംഗങ്ങളെ വിശദമായി ചോദ്യം ചെയ്തു. അതിൽ സനന്ദൻ എന്ന് പറയുന്ന ഇളയ മകൻ, അദ്ദേഹം പറയുന്നത് അച്ഛൻ രാവിലെ മരിച്ചു. മൂത്ത മകൻ രാമഭദ്രൻ പറയുന്നത് അച്ഛൻ ഉച്ചയ്ക്ക് മരിച്ചു. അച്ഛൻ രാവിലെ എണീറ്റു, പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ മരുന്നുകൾ കഴിച്ചു, കഞ്ഞി കുടിച്ചു. എന്നിട്ട് എനിക്ക് സമാധിക്ക് സമയമായി, എന്നെ സമാധി സ്ഥലത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. അച്ഛൻ യോഗാസനങ്ങളിലൂടെ സ്വയം ആത്മാവിനെ വിച്ഛേദിച്ച് പുറത്ത് കിടക്കുന്നു. ശരീരം വിച്ഛേദിച്ച് ആത്മാവ് പുറത്തു പോകുന്നു. ഇങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നാണ് മൂത്ത മകൻ പറയുന്നത്. ഈ രണ്ട് മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. അതുപോലെ ആരും വന്നില്ല എന്ന് ഒരു മകൻ പറയുന്നു, വീട്ടിൽ ആരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ മറ്റൊരു മകൻ പറയുന്നത് അവിടെ 2 പേർ വന്നിരുന്നു. നെയ്യാറ്റിൻകര പ്ലാവില എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2 പേർ വീട്ടിൽ വന്നിരുന്നു രാവിലെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവർ പോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ആളുകളെ ചുറ്റിപ്പറ്റിയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നോട്ടീസിന്മേലുള്ള നടപടി, നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നാട്ടിൽ എവിടെയെങ്കിലും അസ്വാഭാവിക മരണമുണ്ടായാൽ പോലീസ് സാധാരണ സ്വീകരിക്കുന്ന നടപടിയാണ് കേസെടുത്ത് അന്വേഷിക്കുക എന്നത്, പോസ്റ്റ്മോർട്ടം നടത്തുക എന്നത്. ആ നടപടികൾ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഇത് വേറെ ജാതിയുടെയോ സമുദായത്തിൻ്റെയോ മതത്തിൻ്റെയോ പ്രശ്നമല്ല, ഞങ്ങൾക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് സഹകരിക്കണം, പോസ്റ്റ്മോർട്ടത്തിന് സഹകരിക്കണമെന്നാണ് നോട്ടീസ്. അത് എന്ന് ഇത് പൊളിക്കും എന്നൊരു തീയതി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വീട്ടുകാരുമായി പോലീസ് വിശദമായി ചർച്ച നടത്തും. നോട്ടീസിൽ മറുപടി ലഭിക്കും. അതിനനുസരിച്ച് പോലീസ് റിപ്പോർട്ട് കളക്ടർക്ക് ലഭിക്കുകയും കളക്ടർ അതിനകത്തൊരു തീരുമാനം എടുക്കുകയും ചെയ്യും. ഏതായാലും പൂർവാശ്രമത്തിൽ ആറാലുമൂട് ചന്തയിലെ ചുമട്ടുതൊഴിലാളിയായിരുന്ന ഗോപൻ വീട്ടിൽ കുടുംബക്ഷേത്രത്തിൽ പൂജാരിയാവുകയും അദ്ദേഹം വലിയ ആചാരി, ക്ഷേത്ര ആചാരി എന്ന നിലയിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു. ആ ആചാരിയുടെ മരണം നാട്ടുകാരെ ആകെ ആശങ്കയിലാഴ്ത്തി. കാരണം ഒരു മനുഷ്യനും അറിയാതെ ഇങ്ങനൊരു സമാധിയോ, അത് മാത്രമല്ല സമാധി കർമ്മങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ, അതായത് വലിയ മഠങ്ങളിലും മഠാധിപതികളും അവരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു സമാധി ഇത് ലോകത്ത് ആദ്യമാണ്. ഇത് സമാധിയുടെ പട്ടികയിൽ വരില്ല. ഓരോ വിഭാഗങ്ങൾക്കും, ഓരോ സന്യാസ ആശ്രമങ്ങൾക്കും അവരുടെ മരണത്തിൽ, ആചാര്യന്മാരുടെ മരണത്തിന് ഓരോരോ ചിട്ടകളുണ്ട്. സമാധിക്ക് ചിട്ടകളുണ്ട്. ആ ചിട്ടകളൊന്നുമല്ല ഇവിടെ പാലിക്കപ്പെട്ടിട്ടുള്ളത്. ഇവർക്ക് അത് സന്യാസ ആശ്രമങ്ങളുമായി ഈ കുടുംബത്തിനോ ഈ ക്ഷേത്രത്തിനോ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സമാധിയൊന്നും വിളിക്കാൻ പറ്റില്ല. ഇത് സമാധിയുടെ കൽപ്പിത പരിധിയിൽ വരുന്ന മരണവുമല്ല. ഇതൊരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള സംഭവമാണ്. അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിക്കാനുള്ള, വരുമാനം കൂടുതൽ കൂട്ടാനുള്ള മാർഗമായി ഈ മരണത്തെ ഇവർ കാണുന്നു. അതുകൊണ്ടാണ് ഈ സമാധി ഇരുത്തി എന്നൊക്കെ പ്രചരണം കൊടുത്തത്, നോട്ടീസ് ഒട്ടിച്ചത്. ഇത് ഗുരുസ്വാമിയുടെ സമാധി മന്ദിരമാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കാൻ ഉള്ള മാർഗമായിരുന്നു എന്നൊക്കെയാണ്
പ്രമുഖ ആശ്രമങ്ങളിലെ മതശ്രേഷ്ഠന്മാർ പണ്ഡിത ശ്രേഷ്ഠന്മാർ പറയുന്ന മറുപടി. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വീട്ടുകാരുടെ മറുപടി ഇന്ന് ലഭിക്കുന്ന മുറയ്ക്ക് പോലീസ് റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും. കളക്ടർ തീയതി നിശ്ചയിക്കുകയും ചെയ്യും. ഏതായാലും നിയമത്തിൻ്റെ വഴിക്ക് പോവുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നയം. ഇങ്ങനൊരു അസ്വാഭാവിക മരണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരണകാരണം എന്താണ് എന്ന് വ്യക്തമാക്കുക പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പോലീസ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.